നമസ്കാരം. എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൊഡ്യൂൾ 3 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1ൻ്റെ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്തത്. മൊഡ്യൂൾ 3യുടെ പല ഭാഗങ്ങളും ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 4 ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോവാം. മൊഡ്യൂൾ 4ൽ ഫസ്റ്റ് വരുന്ന പോർഷൻ ഇൻട്രൊഡക്ഷൻ ടു സൂപ്പർ പേവ് ആൻഡ് പെർഫോമൻസ് ഗ്രേഡിംഗ്. അപ്പോൾ എന്താണ് സൂപ്പർ പേവ്? ദ സൂപ്പർ പേവ് ഈസ് ദ അക്രോണിം ഫോർ സുപ്പീരിയർ പെർഫോമിംഗ് അസ്ഫാൾട്ട് പേയ്മെൻറ്റ് സിസ്റ്റം. ഈ ഒരു സുപ്പീരിയർ പെർഫോമിംഗ് അസ്ഫാൾട്ട് പേയ്മെൻറ്റ് സിസ്റ്റത്തിനുള്ള അക്രോണിമാണ് സത്യത്തിൽ സൂപ്പർ പേവ് എന്ന് പറയുന്ന ടേം. Okay, it is the product of Strategic Highway Research Program of USA, and it gives highway engineers and contractors the tool they need to design asphalt pavements that will perform better under extremes of temperature and high traffic loads. സത്യത്തിൽ നമ്മൾ കോഡെല്ലാം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ സൂപ്പർ പേവ് എന്ന് പറയുന്നത് ഹൈവേ എഞ്ചിനീയേഴ്സിനും കോൺട്രാക്ടേഴ്സിനും ദ ടൂൾസ് ദേ നീഡ് ടു ഡിസൈൻ അസ്ഫാൾട്ട് പേയ്മെൻറ്റ്സ് that will perform better under high temperature and heavy traffic loads കൊടുക്കുന്ന അങ്ങനെയുള്ള കണ്ടീഷൻസിൽ കൊടുക്കുന്ന എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് ഒരു പേയ്മെൻറ്റിന് കൊടുക്കേണ്ടതെന്നുള്ളത് കാണിക്കുന്ന ആ ഒരു ടൂൾസ് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ്സ് കാണിക്കുന്ന ഒരു ടൂളാണ് ഈ ഒരു സൂപ്പർ പേവ് എന്ന് പറയുന്നത്. Super Pave includes a new mixture design and analysis system based on performance characteristics of the pavement. It is a multi-faceted system with a tried approach to designing asphalt mixtures based on the desired performance. Using the Super Pave system, materials and mixes can be designed to reliably perform under any conditions of load and environment. സോ ഏതൊരു ലോഡ് കണ്ടീഷനിലും അല്ലെങ്കിൽ ഏതൊരു ക്ലൈമാറ്റിക് കണ്ടീഷനിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അസ്ഫാൾട്ട് പേയ്മെൻറ്റിൻ്റെ ഡിസൈനാണ് ഈ ഒരു സൂപ്പർ പേവിലൂടെ അവർ പറയുന്നത്. ഓക്കെ, സൂപ്പർ പേവ് പെർഫോമൻസ് ഗ്രേഡിംഗ് അഥവാ PG is based on the idea that an HMA asphalt binder's properties should be related to the conditions under which it is used. എപ്പോഴായാലും നമ്മൾ കൊടുക്കുന്ന ഈ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഈ സൂപ്പർ പേവ് പെർഫോമൻസ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഏതൊരു കണ്ടീഷനിലും ആ ഒരു കണ്ടീഷനോട് യോജിച്ച് പോകുന്ന ടൈപ്പ് പേയ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അസ്ഫാൾട്ട് ബൈൻഡറിന് ആ ഒരു പ്രോപ്പർട്ടീസാണ് നമ്മൾ കൊടുക്കുന്നത് എന്നൊരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ പേവ് പെർഫോമൻസ് ഗ്രേഡിംഗ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഫോർ അസ്ഫാൾട്ട് ബൈൻഡേഴ്സ് ദിസ് ഇൻവോൾവ്സ് എക്സ്പെക്റ്റഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് as well as aging considerations. Therefore, the PG system uses a common battery of tests but specifies that the particular asphalt binder must pass these tests at specific temperatures that are dependent upon the specific climate conditions in that area of use. ഓക്കെ, അപ്പോൾ ഈ PG സിസ്റ്റം മെയിനായിട്ട് കുറച്ച് ടെസ്റ്റുകൾ പറയുന്നുണ്ട്. ആ ടെസ്റ്റ് പാസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് ക്ലൈമാറ്റിക് കണ്ടീഷനെല്ലാം അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാര്യം ആ ഒരു സ്പെസിഫിക് ക്ലൈമാറ്റ് കണ്ടീഷൻ അനുസരിച്ചുള്ള ടെസ്റ്റുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു PG സിസ്റ്റം വഴി നമ്മൾ അല്ലെങ്കിൽ ഈ PG സിസ്റ്റത്തിൽ പറയുന്ന ടെസ്റ്റുകളെല്ലാം ഈ ഒരു അസ്ഫാൾട്ട് ബൈൻഡർ കറക്റ്റായിട്ട് അതിജീവിച്ചാൽ മാത്രമേ നമുക്കത് സേഫാണെന്ന് പറയാൻ പറ്റൂ. സൂപ്പർ പേവ് സിസ്റ്റം പ്രൈമർലി അഡ്രസ്സസ് 3 പേയ്മെൻറ്റ് ഡിസ്ട്രസ്സസ്. ഇനി ആ 3 പേയ്മെൻറ്റ് ഡിസ്ട്രസ്സസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെർമനൻറ്റ് ഡിഫോർമേഷൻ വിച്ച് റിസൾട്ട്സ് ഫ്രം ഇൻഅഡിക്വേറ്റ് ഷിയർ സ്ട്രെങ്ത് ഇൻ ദ അസ്ഫാൾട്ട് മിക്സ് അറ്റ് ഹൈ പേയ്മെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. ഇൻഅഡിക്വേറ്റ് ഷിയർ സ്ട്രെങ്ത് കൊണ്ട് ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഇൻഅഡിക്വേറ്റ് ഷിയർ സ്ട്രെങ്ത് കൊണ്ട് പേയ്മെൻറ്റിന് പെർമനൻറ്റ് ഡിഫോർമേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് ഒന്നാമത്തെ ഡിസ്ട്രസ്. രണ്ടാമത്തത്
റിപ്പീറ്റഡ് ലോഡിങ് കൊണ്ട്, ട്രാഫിക് ലോഡിൻ്റെ റിപ്പീറ്റഡ് ലോഡിങ് കൊണ്ടുണ്ടാവുന്ന അറ്റ് ഇൻ്റർമീഡിയറ്റ് പേയ്മെൻറ്റ് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഫാറ്റിക് ക്രാക്കിംഗ്. ഓക്കെ, ഫാറ്റിക് ക്രാക്കിംഗ് വിച്ച് occurs mainly because of repeated traffic loads at intermediate payment temperatures. Next one is the low temperature cracking, which is generated when an asphalt pavement shrinks and the tensile stress exceeds the tensile strength at low pavement temperatures. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 3 ഡിസ്ട്രസ്സസ്. നെക്സ്റ്റ് വൺ, ബെനിഫിറ്റ്സ് ഓഫ് സൂപ്പർ പേവ്. Super Pave technology offers significant potential for mitigating payment performances problems such as extreme temperature, environmental condition, traffic impact of transit operations, and frequent stopping and turning maneuvers. മെയിനായിട്ട് സൂപ്പർ പേവ് ടെക്നോളജി കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്ന ഏരിയാസ് അല്ലെങ്കിൽ അത് ഏതൊക്കെ ഏരിയാസിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എക്സ്ട്രീം ടെമ്പറേച്ചർ വരുന്ന കണ്ടീഷൻസ്, അതുപോലെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ചേഞ്ച് ആവുന്ന ഏരിയ, അതുപോലെ ട്രാഫിക് ഇമ്പാക്റ്റ് ഓഫ് ട്രാൻസിറ്റ് ഓപ്പറേഷൻസ് മെയിനായിട്ട് നടക്കുന്ന ഏരിയ, ആൻഡ് ഫ്രീക്വൻറ്റ് സ്റ്റോപ്പിംഗ് ആൻഡ് ടേണിംഗ് മാനവേഴ്സ്. സൂപ്പർ പേവ് ഇംപ്രൂവ്സ് ദ കോറിലേഷൻ ബിറ്റ്വീൻ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആൻഡ് പേയ്മെൻറ്റ് പെർഫോമൻസ്. പേയ്മെൻറ്റ് പെർഫോമൻസും മെറ്റീരിയൽ പ്രോപ്പർട്ടീസും, അത് പേയ്മെൻറ്റ് പെർഫോമൻസ് കൂടും മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് നല്ലതാണെങ്കിൽ. സോ ഈ സൂപ്പർ പേവ് കുറച്ചും കൂടി നമ്മളതിനകത്ത് അവർ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് പെർഫോമൻസ് വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഗുഡ് പെർഫോമൻസ് ആയിരിക്കും ഈ പേയ്മെൻറ്റ് കാണിക്കുക. സോ സൂപ്പർ പേവ് ഇംപ്രൂവ്സ് ദ കോറിലേഷൻ ബിറ്റ്വീൻ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആൻഡ് പേയ്മെൻറ്റ് പെർഫോമൻസ്. It evaluates the binder's ability in resisting rotting, fatigue, and low temperature cracking based on their rheological properties at the anticipated payment temperatures. പല വേരിയേഷൻസ് വരുന്ന ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുന്ന കണ്ടീഷനിൽ പോലും ഫാറ്റിക് ക്രാക്കിങ്, ടെമ്പറേച്ചർ ക്രാക്കിങ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ആ ബൈൻഡർ ഈ ഒരു കാര്യങ്ങളെല്ലാം സ്റ്റാൻഡ് ചെയ്യാൻ ഏബിൾ ആണോ എന്ന് ഈ ഒരു സൂപ്പർ പേവ് ടെക്നോളജി സത്യത്തിൽ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് പേയ്മെൻറ്റിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. മെയിനായിട്ട് 3 ടെക്നോളജി, ഈ ടെക്നോളജിക്ക് 3 സ്റ്റെപ്പാണുള്ളത്, അല്ലെങ്കിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. അസ്ഫാൾട്ട് ബൈൻഡർ സ്പെസിഫിക്കേഷൻ, വോളിയോമെട്രിക് മിക്സ്ചർ ഡിസൈൻ ആൻഡ് അനാലിസിസ് സിസ്റ്റം, മിക്സ് അനാലിസിസ് ടെസ്റ്റ് ആൻഡ് പെർഫോമൻസ് പ്രഡിക്ഷൻ സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഓക്കെ, ഈ ഒരു സൂപ്പർ പേവിൻ്റെ ഒരു ഘടനയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് അസ്ഫാൾട്ട് ബൈൻഡർ സ്പെസിഫിക്കേഷൻ ആണ്, രണ്ടാമത്തത് വോളിയോമെട്രിക് മിക്സ് ഡിസൈൻ ആൻഡ് അനാലിസിസ് സിസ്റ്റം, മൂന്നാമത്തത് ഇതെല്ലാം വരുന്ന കുറച്ച് ടെസ്റ്റുകൾ. ഫസ്റ്റ് വൺ ഈസ് asphalt binder grading system. The asphalt binder grading system is in Superwave is called performance grading system. All PG binder are characterized based upon fundamental engineering parameters. ഒന്നാമത്തത് ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ദ ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഓൺ ബൈൻഡർ ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് ബോത്ത് ദ ഹോട്ട് ആൻഡ് കോൾഡ് ടെമ്പറേച്ചർ റീജിയൻസ്. In addition to climatic conditions, traffic and aging control the performance of payment. അതായത് മെയിനായിട്ട് 2 കാര്യങ്ങൾ, 2 ക്രൈറ്റീരിയ. ഒന്ന്, അവിടെ വരുന്ന ക്ലൈമറ്റ് ചേഞ്ചസ്, അതായത് ചിലപ്പോൾ ഹോട്ടും കോൾഡും ആയിട്ട് പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ചുകൾ അല്ലെങ്കിൽ എക്സ്ട്രീം ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതിനനുസരിച്ച് നമുക്ക് അവിടെ വരുന്ന എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു സൂപ്പർ പേവിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത്, ആ ക്ലൈമറ്റ് കണ്ടീഷൻ മാത്രമല്ല, ട്രാഫിക് ആൻഡ് ഏജിങ് കൺട്രോളും ഈ ഒരു സൂപ്പർ പേവിൻ്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ അവർ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. Super Pave performance grading. Super Pave performance grading is based on the idea that an HMA asphalt binder's properties should be related to the conditions under which it is used. For asphalt binders, this involves expected climatic conditions as well as aging considerations. Therefore, the PG system uses a common battery of tests, but specifies that a particular asphalt binder must pass these tests at specific temperatures that are dependent upon the specific climate conditions in that area of use. കുറച്ച് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് സൂപ്പർ പേവ് പെർഫോമൻസ് ഗ്രേഡിംഗ്? അതിനൊരു എല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആൻസറാണ്.
ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഏരിയയിലുള്ള ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ തന്നെ ആ ഏരിയയിൽ വരുന്ന ലോഡ്, ട്രാഫിക് ലോഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു പേയ്മെൻറ്റിനുള്ള മെറ്റീരിയൽസിനെ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ അതെല്ലാം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു പേയ്മെൻറ്റ് മിക്സ്ഡ് ഡിസൈൻ നമ്മളവിടെ ചെയ്യുകയാണ്. ഇനി ഈ മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ക്ലൈമറ്റ് കണ്ടീഷനും അതുപോലെ ട്രാഫിക് കണ്ടീഷനും അതിനകത്ത് കൺസിഡർ ചെയ്തിട്ടാണ് ഈ മിക്സ് ഡിസൈൻ ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ് കിട്ടുന്ന ഈ മിക്സ് ഡിസൈനിലൂടെ കിട്ടുന്ന ആ ഒരു റിസൾട്ട് അത് ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്കുള്ള റിസൾട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഈ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഈ ഒരു മിക്സ് ഡിസൈൻ നമ്മളവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആ പേയ്മെൻറ്റ് ഈട് നിൽക്കും. അതുപോലെ തന്നെ അതിന് പെർഫോമൻസും കൂടുതലായിരിക്കും. പേയ്മെൻറ്റിൻ്റെ കുറേ പെർഫോമൻസ് ഉണ്ടല്ലോ, അതെല്ലാം ഇതിന് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ദിസ് ടേബിൾ ഷോസ് how the SuperPay grading system addresses specific penetration, AC and AR grading system general limitations. നിങ്ങൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് കമ്പയർ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. ഈ 4ാമത്തെ മൊഡ്യൂളിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മൊഡ്യൂൾ 3യുടെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കമ്പോണൻസ് ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് പോലെ സോയിൽസ് അപ്ഗ്രേഡ്, സബ് ബേസ് കോഴ്സ് ആൻഡ് സർഫസ് കോഴ്സ്, ഇങ്ങനെ 4 കമ്പോണൻസ് ആണ് മെയിനായിട്ട് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിന് ഉള്ളത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. സബ് ഗ്രേഡ് ഏറ്റവും താഴെ, അതിൻ്റെ മുകളിൽ സബ് ബേസ്, പിന്നെ ബേസ്, അതിൻ്റെ മുകളിൽ വിയറിംഗ് കോട്ട്, അതായത് സർഫസ് കോഴ്സ്. ഓക്കെ, അതിൽ ഏറ്റവും ബോട്ടം പോർഷൻ കൺസ്ട്രക്ഷൻ ഓഫ് സബ് ഗ്രേഡ്. അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് സെലക്റ്റഡ് സോയിൽ, മൂറം, ഗ്രേവൽ, അഗ്രിഗേറ്റ് ഓഫ് മാക്സിമം 50 mm. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ദ സബ് ഗ്രേഡ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ സ്പ്രെഡിംഗ് ദ ലൂസ് സോയിൽ ആൻഡ് കോമ്പാക്ടിംഗ് ദ സെയിം അറ്റ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ സോയിൽ ഇൻ ദ ലെയർ. Maximum compacted thickness of each layer is generally limited to 200 mm as per moth. ഈ സബ് ഗ്രേഡ് ഉണ്ടാക്കുന്നത് ലൂസ് ഓയിലിനെ കോമ്പാക്ട് ചെയ്തിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ലൂസ് ഓയിൽ സ്പ്രെഡ് ചെയ്യും, എന്നിട്ട് ഒരു ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റിൽ നമ്മൾ വേണ്ടത്ര കോമ്പാക്ഷൻ കൊടുക്കും. എന്നിട്ട് കിട്ടുന്ന ആ ഒരു ലെയറിന് മാക്സിമം തിക്നെസ് ഇസ് ലിമിറ്റഡ് ടു 200 mm as per moth. അതായത് 200 mm കൂടാൻ പാടില്ല ഈ സോയിൽ സബ് ഗ്രേഡിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സബ് ബേസ് കോഴ്സ് അഥവാ GSP. സോ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഈസ് crushed stone aggregates, gravel, coarse sand, selected soil with a less fine and low plasticity. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് സബ് ഗ്രേഡിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ലെയർ നമ്മൾ കൊടുക്കുന്നത്. സോ ദ സബ് ഗ്രേഡിൻ്റെ മുകളിൽ നമ്മൾ ഈ വേണ്ട മെറ്റീരിയൽസ് എല്ലാം സ്പ്രെഡ് ചെയ്തിട്ട്, അതായത് സബ് ബേസ് മെറ്റീരിയൽ സ്പ്രെഡ് ടു യൂണിഫോം തിക്നെസ് ആൻഡ് സ്പെസിഫിക് ക്രോസ് സ്ലോപ്പ്. വേണ്ടത്ര ക്രോസ് സ്ലോപ്പിലും തിക്നെസ്സിലും നമ്മൾ ഈ മെറ്റീരിയൽസ് ആദ്യം നമ്മൾ സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് മോയ്സ്ചർ കണ്ടൻറ്റ്, മെറ്റീരിയലിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ചെക്ക് ചെയ്യും. എന്നിട്ട് ആ മോയ്സ്ചർ കണ്ടൻറ്റിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ വേണ്ടത്ര കുറച്ചും കൂടി വാട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അഡിക്വേറ്റ് മോയ്സ്ചർ കണ്ടൻറ്റ് എത്തിച്ചതിന് ശേഷം പിന്നെ അത് കോമ്പാക്ട് ചെയ്തിട്ട് ആ ലെയർ നമ്മൾ ഫോം ചെയ്യുക. അങ്ങനെയാണ് സബ് ബേസ് കോഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കൺസ്ട്രക്ഷൻ ഓഫ് ബേസ് കോഴ്സ്, അതായത് സബ് ബേസിൻ്റെ മുകളിൽ വരുന്ന അടുത്ത ലെയർ കോഴ്സ്, ദാറ്റ് ഈസ് വെറ്റ് മിക്സ് മെക്കാഡം. യൂസ്ഡ് മെറ്റീരിയൽസ് ആർ ഹാർഡ് ക്രഷ്ഡ് അഗ്രിഗേറ്റ് ആൻഡ് അഡിക്വേറ്റ് പ്രൊപ്പോർഷൻ ഓഫ് വാട്ടർ മിക്സ്ഡ് തറലി ഇൻ എ മിക്സിംഗ് പ്ലാന്റ്. നമ്മൾ മിക്സിംഗ് പ്ലാന്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. സോ കൺസ്ട്രക്ഷൻ സ്റ്റെപ്പ് WMM അഥവാ വെറ്റ് മിക്സ് മെക്കാഡ് എന്ന് പറയുന്നത് ഈസ് പ്രിപ്പയർഡ് ഇൻ എ മിക്സിംഗ് പ്ലാന്റ് ആൻഡ് WMM മിക്സ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ സൈറ്റ് ആൻഡ് സ്പ്രെഡ് യൂസിങ് സെൽഫ് പ്രൊപ്പൽഡ് ടൈപ്പ് പേവ് ഫിനിഷർ മെഷീൻ. ഇത് പ്ലാന്റിൽ ഉണ്ടാക്കിയിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ റോഡിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. WMM ലെയർ ഈസ് കോമ്പാക്റ്റഡ് യൂസിങ് എ വൈബ്രേറ്ററി റോളർ ഓഫ് മിനിമം സ്റ്റാറ്റിക് വെയ്റ്റ് ഓഫ് 10 ton and compacted thickness is less than 200 mm. After the WMM layer is dried for at least 24 hours in
dry weather. ഇത് ഒരു 10 ടൺ വരുന്ന അത്രയും സ്റ്റാറ്റിക് വെയിറ്റ് വരുന്ന ഒരു വൈബ്രേറ്ററി റോളർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെറ്റ് മിക്സ് മെക്കാഡം കോമ്പാക്ട് ചെയ്യുന്നത്. കോമ്പാക്ട് ചെയ്തിട്ടുള്ള തിക്നെസ് എന്ന് പറയുന്നത് 200 mm കുറവായിരിക്കും. ആഫ്റ്റർ കോമ്പാക്ഷൻ കൊടുക്കുന്നത് ഇതുപോലെ WMM ലെയർ ഇസ് ഡ്രൈഡ് ഫോർ അറ്റ്ലീസ്റ്റ് 24 hours ഇൻ ഡ്രൈ വെതർ. ഓക്കെ, അതിനുശേഷം WMM ലെയർ എന്ന് പറയുന്നത് 24 മണിക്കൂർ ഡ്രൈ ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് വെറ്റ് മിക്സ് മെക്കാഡം പ്ലാന്റ് ആണ്. ഇത് എങ്ങനെയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ടോപ്പിലെ ഫിഗറിലും അതുപോലെ ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വ്യൂ ആണ് താഴത്തെ ഫിഗറിലും കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, കൺസ്ട്രക്ഷൻ ഓഫ് ബിറ്റുമിനസ് പേയ്മെൻറ്റ് ലെയർ. അപ്പോൾ സബ് ഗ്രേഡ് കഴിഞ്ഞു, സബ് ബേസ് കോഴ്സ് കഴിഞ്ഞു, ബേസ് കോഴ്സ് കഴിഞ്ഞു, ഇനി അതിൻ്റെ ടോപ്പിലുള്ള സർഫസ് കോഴ്സ് അഥവാ ബിറ്റുമിൻ കോട്ടാണ് പറയുന്നത്. 3 types of bitumen layers are available: bituminous macadam, penetration macadam and built-up spray grout. And first one, bituminous macadam. It consists of crushed aggregate and bituminous binder heated and mixed in a hot mix plant at specified temperature, transported to the construction site, laid with a mechanical power and compacted by roller. പൊതുവേ നമ്മൾ കാണാറുള്ളതാണ് ഈ ബിറ്റുമിൻ എല്ലാം റോഡിൽ നല്ല ഹീറ്റിൽ കൊണ്ടുവന്നിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് ക്രഷ്ഡ് അഗ്രിഗേറ്റ് ആൻഡ് ബിറ്റുമിനസ് ബൈൻഡർ heated and mixed in a hot mix plant at a specific temperature and transported to the construction site. Materials used are bitumen binder of grade VG30 20 and maximum size of aggregate 50 mm. അടുത്തത് bituminous penetration macadam base course. The coarse aggregate specified size are first spread and compacted well in dry state. Compacted thickness is 50 to 75 mm. After compacting of dry aggregates, hot bituminous binder of specified grade is spread in large quantity on the top of this layer, filling up a part of void and binding by key aggregate. ഇവർ പറയുന്നത് കോഴ്സ് അഗ്രിഗേറ്റ് സ്പെസിഫൈഡ് സൈസ് ആർ അത് ഫസ്റ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്യും ഇൻ ഡ്രൈ സ്റ്റേറ്റ്. ആൻഡ് കോമ്പാക്ഷൻ തിക്നെസ് എന്ന് പറയുന്നത് 50 to 75 mm ആണ്. ആൻഡ് ആഫ്റ്റർ കോമ്പാക്ടിങ് ഓഫ് ഡ്രൈ അഗ്രിഗേറ്റ്, ഹോട്ട് ബിറ്റുമിനസ് ബൈൻഡർ ഇസ് അറ്റ് സ്പെസിഫിക് ഗ്രേഡ് ഈസ് സ്പ്രെഡ് ഇൻ എ ലാർജ് ക്വാണ്ടിറ്റി ഓൺ ദ ടോപ്പ് ഓഫ് ദിസ് ലെയർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന അഗ്രിഗേറ്റ് ഡ്രൈ ആയിട്ടുള്ള അഗ്രിഗേറ്റ് ആണ്. അത് കോമ്പാക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ബിറ്റുമിനസ് ലെയർ ബൈൻഡർ കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പാക്ട് ചെയ്തിരിക്കുന്ന അഗ്രിഗേറ്റിൻ്റെ ഇടയിലുള്ള വോയിഡ്സ് എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും അഗ്രിഗേറ്റിനെ ബൈൻഡ് ചെയ്ത് നിർത്താനും വേണ്ടിയിട്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് അടുത്തത് ബിൽട്ടപ്പ് സ്പ്രേ ഗ്രൗട്ട് ബേസ് കോഴ്സ്. It consists of 2-layer composite construction of compacted crushed stone aggregate with a bituminous binder applied after each layer and key aggregates placed on the top surface of the second layer. ഫസ്റ്റ് 2 ലെയർ ആയിട്ടുള്ള അഗ്രിഗേറ്റിൻ്റെ കോഴ്സാണിത്. അതിൽ ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞിട്ടും നെക്സ്റ്റ് കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് വീണ്ടും നമ്മൾ ബിറ്റുമിനസ് ബൈൻഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കീ അഗ്രിഗേറ്റ് ഏറ്റവും ടോപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ.